ഗവർണർ നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് എസ്എഫ്ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തത്. വിമാനത്താവളത്തിൽ എത്തുന്ന ഗവർണർ അവിടെ നിന്നും നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെയുള്ള ഈ ഗസ്റ്റ് ഹൌസിലേക്കാണ് എത്തുന്നത്. ഗസ്റ്റ് ഹൌസിൽ രാത്രി തങ്ങിയ ശേഷം അടുത്ത ദിവസം രാവിലെ കോഴിക്കോട് നഗരത്തിലുള്ള പാണക്കാട് കുടുംബത്തിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പോകും. അതിനുശേഷം വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി തിരിച്ച് വീണ്ടും ഗസ്റ്റ് ഹൌസിലേക്ക് തന്നെ എത്തി ഗസ്റ്റ് ഹൌസിലാണ് ആ രാത്രിയും അദ്ദേഹം തങ്ങുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിലാണ് അദ്ദേഹം പങ്കെടുക്കുക. എന്തായാലും നേരത്തെ തന്നെ എസ്എഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു ഗവർണറെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നത്. എന്തായാലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് 3 ദിവസം എസ്എഫ്ഐയുടെ ഒരു കുത്തക സ്ഥലമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ എത്തുന്നത്. ഗവർണർ എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാവും സംഘടിപ്പിക്കുക എന്നതിനെക്കുറിച്ച് എസ്എഫ്ഐ ഇപ്പോഴും കൃത്യമായി പറയുന്നില്ല. പ്രതിഷേധം ഉണ്ടാവും എന്ന കാര്യം എസ്എഫ്ഐ നേതാക്കൾ സമ്മതിക്കുന്നു. പക്ഷേ ഏത് തരത്തിൽ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടില്ല. കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുമോ അതോ വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഈ ക്യാമ്പസിൽ പ്രതിഷേധം നടത്തുമോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. എന്തായാലും പോലീസ് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം എസ്പിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. ഡിവൈഎസ്പിമാരും റവന്യൂ വിഭാഗത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ഇടങ്ങളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ ക്യാമ്പസിന്റെ ഇടങ്ങൾ വളരെ വിശാലമായി മലപ്പുറം SP S ശശിധരൻ പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഒരു ഡിവൈഎസ്പി 6 സിഐമാർ 300 പോലീസുകാർ എന്നിങ്ങനെയാണ് ഈ ക്യാമ്പസിൽ ആകെയുള്ള ഒരു പോലീസ് സേനയുടെ വിന്യാസം. പഴുതുകളടച്ച സുരക്ഷ ഒരുക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഗവർണർ ഈ ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നു. ഈ ക്യാമ്പസിന്റെ ചേർന്ന് തന്നെയുള്ള ഗസ്റ്റ് ഹൌസാണ്. അതുകൊണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയോ മറ്റു സുരക്ഷാ വീഴ്ച ഉണ്ടാവുകയോ ചെയ്താൽ വലിയ വില നൽകേണ്ടി വരും എന്ന് പോലീസിനറിയാം. ഒപ്പം ഒരു വിഷമവൃത്തത്തിലാണ് പോലീസ്. കാരണം ഭരണ കക്ഷിയിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് പ്രതിഷേധവുമായി ഒരുവശം നിൽക്കുന്നത്. മറുവശത്ത് ഭരണഘടനാപരമായി ഈ സ്റ്റേറ്റിന്റെ തലവനായ ഗവർണറുമുണ്ട്. ഈ 2 സ്ഥാപനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം എന്നൊരു ആശയക്കുഴപ്പമുണ്ട്. വലിയ പ്രതിഷേധങ്ങളിലേക്കും ബലപ്രയോഗത്തിലുമൊക്കെ കാര്യങ്ങൾ നീങ്ങാതിരിക്കണം എന്നൊരു ആഗ്രഹമാവും ഒരുപക്ഷെ പോലീസിനുണ്ടാവുക. നേരത്തെ എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം നാടകീയമായ സാഹചര്യങ്ങളുണ്ടായി. എസ്എഫ്ഐ പ്രവർത്തകർ റിമാൻഡിലാവുകയും അവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നതുമൊക്കെ സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും എങ്ങനെയാവും കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല. ഏത് തരത്തിലുള്ള സമരമുറയാവും എസ്എഫ്ഐ സ്വീകരിക്കുക എന്നതും വ്യക്തമല്ല. എന്തായാലും അങ്ങേയറ്റം ഒരു അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നിലവിൽ ഉള്ളത്.